ശ്രീകാന്ത്, ഇത് കേസിന്റെ മെറിറ്റിലേക്ക് കോടതി പോയിട്ടില്ലേ എന്ന് ചോദിച്ചാൽ കോടതി വിധി വായിച്ചാൽ കോടതി പോയിട്ടുണ്ട് കേസിന്റെ മെറിറ്റിലേക്ക്. ഇതിലേറ്റവും പ്രധാനം സിദ്ദിഖിന്റെ അഭിഭാഷകൻ അതിജീവതയുടെ സ്വഭാവത്തെ സംശയിക്കുന്നതിനെ കോടതി അതിനിശിതമായി തന്നെ ശക്തമായി തന്നെ ചെയ്തുകൂടാ എന്ന് പറയുകയല്ലേ ഈ ഉത്തരവിൽ ശ്രീകാന്ത്? ഹഷ്മി, ഇനി കോടതി ഈ കേസിന്റെ മെറിറ്റിലേക്ക് പോയോ എന്നൊന്നും ചോദിക്കണ്ട. കാരണം ഇത് മെറിറ്റിലേക്ക് മാത്രമല്ല പോയത്, ഈ കേസിന്റെ ഉള്ളറകളിലേക്ക് കോടതി ആഴ്ന്നിറങ്ങി എന്നുള്ളതാണ്. അത് ഈ കേസിന്റെ മാത്രമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് കൂടി കോടതി കടന്നു കയറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത്. അടിവരയിട്ട് പറയട്ടെ, ഇതൊരു ബെഞ്ച് മാർക്ക് ജഡ്ജ്മെന്റ്, ഈ ജാമ്യ ഉത്തരവിൽ, മുൻകൂർ ജാമ്യ ഉത്തരവിലെ ബെഞ്ച് മാർക്ക് ജഡ്ജ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി വരാൻ പോകുന്ന വെളിപ്പെടുത്തലുകൾ അവർക്ക് അതിജീവിതമാർക്ക് കരുത്തു പകരുന്ന ജഡ്ജ്മെന്റ് ആയിരിക്കും ഇത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഹൈക്കോടതിയുണ്ട് ഇക്കാര്യത്തിൽ ചോദിക്കാൻ എന്ന് കോടതി ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ച് അടിവരയിട്ട് പറയുന്നു ഈ നടൻ സിദ്ദിഖിനെതിരായ കേസിലൂടെ. കാരണം ആദ്യാവസാനം കോടതി പറയുന്നത് ഈ ഇരയ്ക്ക് നീതി നൽകണം എന്നുള്ളതാണ്. ഒപ്പം തന്നെ സർക്കാരിന് രൂക്ഷ വിമർശനം വരുന്നു. ഈ പ്രതിഭാഗത്തിന്റെ അഭിഭാഷകനും അതിരൂക്ഷമായ വിമർശനം കോടതിയിൽ നിന്നും ഉണ്ടാകുന്നു. ആ വാദങ്ങളുടെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ്. കോടതി ഇങ്ങനെയാണ് പറയുന്നത്: സമൂഹത്തിൽ സ്ത്രീ ബഹുമാനം അർഹിക്കുന്നു. അവൾ ഉയർന്നതോ താഴ്ന്നതോ ഏത് നിലയിലുള്ളതോ ആകട്ടെ ബഹുമാനം അർഹിക്കുന്നവളാണ് സ്ത്രീ സമൂഹത്തിൽ എന്ന് ജസ്റ്റിസ് CS ഡയസിന്റെ ബെഞ്ച് പറയുന്നു. സിദ്ദിഖിനെതിരായ പരാതി ഗൗരവതരമാണെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു. നടൻ സിദ്ദിഖിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണം എന്നാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നത്. സാക്ഷിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് സിദ്ദിഖ്, അതിനാൽ ജാമ്യം നൽകാനാകില്ല എന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതിജീവിതമാർക്ക് കരുത്തു പകരും എന്നാണ് കോടതി പറയുന്നത്. അതിജീവിതമാർക്ക് മുന്നോട്ട് പോകാനാകും എന്നും കോടതി പറയുന്നു. സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് കോടതി ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ നിശബ്ദത പുലർത്തി എന്നുള്ളതാണ്. നേരത്തെ തന്നെ കോടതി ഇത് പരിഗണിക്കുമ്പോൾ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞതാണ് സർക്കാരിന് വലിയ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായി എന്ന്. ഇന്നിപ്പോൾ ഇതാ സിംഗിൾ ബെഞ്ചും പറയുന്നു സർക്കാരിന് ഇതിൽ വലിയ വീഴ്ചയുണ്ടായി, അവർ നിശബ്ദത പുലർത്തി എന്ന് പറയുന്നു. സിദ്ദിഖിന്റെ അഭിഭാഷകൻ നടത്തിയ ആ വാദങ്ങൾക്ക് വിമർശനം വന്നിട്ടുണ്ട്. പരാതിക്കാരിക്കെതിരെ സിദ്ദിഖ് ഉയർത്തിയ വാദങ്ങൾ കോടതി തള്ളുന്നു. പരാതിക്കാരിക്ക് വിശ്വാസ്യതയില്ലെന്ന വാദം അനാവശ്യമാണ് എന്ന് കോടതി അടിവരയിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല, പരാതിക്കാരിയുടെ അതിജീവനമാണ് പരിഗണിക്കേണ്ടത്. ലൈംഗികാതിക്രമത്തിന് ഇരയായി എന്നത് വെച്ച് പരാതിക്കാരിയുടെ സ്വഭാവത്തെ നിങ്ങൾ വിലയിരുത്തരുത് എന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊന്ന്, പരാതിക്കാരിയെ ആക്രമിക്കുന്നത് നിശബ്ദയാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും കോടതി അടിവരയിട്ട് പറയുന്നു. കുറ്റകൃത്യങ്ങളുടെ ഗൗരവ സ്വഭാവം, തെളിവുകൾ എന്നിവ കണക്കിലെടുത്താൽ നടൻ സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുക്കണം, ചോദ്യം ചെയ്യണം. ഇതാണ് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടുന്നത്. കേസിന്റെ ശരിയായ അന്വേഷണം നടക്കണമെങ്കിൽ പ്രതി കസ്റ്റഡിയിൽ തന്നെ വേണം എന്ന് ഹൈക്കോടതി പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ കേസിന്റെ ഓർഡറും കൊണ്ട്, ഈ മുൻകൂർ ജാമ്യ ഹർജിയുടെ ഓർഡറും കൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് നടൻ സിദ്ദിഖ് രണ്ടാമതൊന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. കാരണം അതിന്റെ ഉള്ളറകളിലേക്ക്, അതിന്റെ അടിത്തട്ടിലേക്ക് പോയിരിക്കുന്നു കോടതി. ശ്രീകാന്ത്, ബി രാമൻപിള്ള വക്കീലാണ് എന്ന് പറഞ്ഞാൽ സീനിയർ കൗൺസിൽ എന്ന ആ പേരിൽ ബി രാമൻപിള്ളയുടെയും അല്ല, കോടതി കൃത്യമായി പറയുന്നു ശ്രീകാന്ത്, the learned senior counsel for the petitioner had also characterized the survivor as an outspoken and vociferous lady who has made unsubstantiated allegations against 14 men. Therefore, her complaint lacks credibility. The submission is unwarranted and reflects an uncharitable view of survivor circumstances എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഈ പരാതിക്കാരിയെ വിശ്വസിക്കാൻ കൊള്ളാത്തവളാണ് എന്ന് കോടതിയിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് തെറ്റാണ് എന്ന് തന്നെ ബി രാമൻപിള്ള അസോസിയേറ്റ്സിലെ അഭിഭാഷകനോട് കോടതി കൃത്യമായി തന്നെ പറയുന്നു ഈ ഉത്തരവിൽ, അർദ്ധസംഖ്യക്കിടയില്ലാത്ത വിധം. ശ്രീകാന്ത്, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത് അതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരി കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു സ്ത്രീ, അവൾ ഉയർന്നവളോ താഴ്ന്നവളോ ആകട്ടെ, സ്വഭാവശുദ്ധി ഉള്ളവളോ ഇല്ലാത്തവളോ ആകട്ടെ, പക്ഷേ സമൂഹത്തിൽ സ്ത്രീയെങ്കിൽ അവൾ ബഹുമാനം അർഹിക്കുന്നു. ഇതാണ് ജസ്റ്റിസ് CS ഡയസ് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. പരാതിക്കാരിയായി, ലൈംഗികാതിക്രമത്തിന് ഇരയായി എന്നതുകൊണ്ട് ആ പെൺകുട്ടിയെ, ആ യുവതിയെ ഒരു കാരണവശാലും
ഇത്തരത്തിൽ സ്വഭാവഹത്യ ചെയ്യാൻ പാടില്ല, വ്യക്തിഹത്യ ചെയ്യാൻ പാടില്ല, ആക്രമിക്കാൻ പാടില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. അത് ആ അഭിഭാഷകന് നേരെയും കോടതി രൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സർക്കാരിനും ഇക്കാര്യത്തിൽ രൂക്ഷമായ വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഹാഷ്മി, ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ച ഒരു കാര്യം പ്രസക്തമാണ്. കാരണം ഈ ഓർഡറും കൊണ്ട് സുപ്രീം കോടതിയിലേക്ക് പോകാനാണ് നടൻ സിദ്ദിഖ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഊരിപ്പോരാൻ കുറച്ച് പാടുപെടും. കാരണം ആ കേസിനെ കൊണ്ടുവന്നിട്ടുള്ള തെളിവുകളെ ഇഴകീറി പരിശോധിച്ചിട്ടുണ്ട് ജസ്റ്റിസ് CS ഡയസ്, സീനിയർ ജഡ്ജാണ്. ആ ഓർഡറിന്റെ പിൻബലത്തിൽ കോടതിയിലേക്ക് പോയാൽ, സുപ്രീം കോടതിയിലേക്ക് പോയാൽ എത്രത്തോളം വിജയിക്കുമെന്ന് അറിയാൻ സാധിക്കില്ല. ഒരുപക്ഷേ നടൻ സിദ്ദിഖിനെ കാത്തിരിക്കുന്നത് ഇരുമ്പഴിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തന്നെ സൂചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ഓർഡർ വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. വളരെ വളരെ രൂക്ഷമായ വിമർശനം. ഒരു കോടതി ഒരു ജാമ്യാപേക്ഷ, ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതി പറയേണ്ടതാണോ ഈ പറഞ്ഞിരിക്കുന്നത് എന്ന സംശയം തോന്നും. അതിന്റെ ഉള്ളറകളിലേക്ക് പോയിരിക്കുന്നു, അതിന്റെ അടിത്തട്ടിലേക്ക് പോയിരിക്കുന്നു. അതും കടന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരെ നിർവചിക്കുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് എന്നുള്ളതാണ്. അതും കടക്കുന്നു ശ്രീകാന്ത്, അതും കടക്കുന്നു. കോടതി പറയുകയാണ് എ വുമൻസ് എക്സ്പീരിയൻസ് ഓഫ് സെക്ഷൽ അസോൾട്ട് ആർ നോട്ട് എ റിഫ്ലക്ഷൻ ഓഫ് ഹർ ക്യാരക്ടർ ബട്ട് റാദർ ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഹർ സഫറിംഗ് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ കാണുന്ന നറേറ്റീവാണല്ലോ, അവൾ അങ്ങനെ നടന്നിട്ടാ ഈ പ്രശ്നം ഉണ്ടാവുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ആ നറേറ്റീവിൻ്റെ മണ്ടക്കടിക്കാണ് കോടതി പറയുന്നു എ വുമൻസ്, ഒരിക്കൽ കൂടി വായിക്കാം, എ വുമൻസ് എക്സ്പീരിയൻസ് ഓഫ് സെക്ഷൽ അസോൾട്ട് ആർ നോട്ട് എ റിഫ്ലക്ഷൻ ഓഫ് ഹർ ക്യാരക്ടർ. ഒരു സ്ത്രീക്ക് ലൈംഗികാതിക്രമം നേരിടേണ്ടി വരുന്നെങ്കിൽ അവൾ ഏതെങ്കിലും തരത്തിൽ നടക്കുന്നതിൻ്റെ പ്രശ്നമല്ല, അല്ലെങ്കിൽ അവളുടെ ഏതെങ്കിലും തരത്തിലുള്ള സ്വഭാവത്തിൻ്റെ പ്രശ്നമല്ല, ബട്ട് റാദർ ആൻ ഇൻഡിക്കേഷൻ ഓഫ് ഹർ സഫറിങ്, അവളുടെ ദുരിതത്തിൻ്റെ ഇൻഡിക്കേഷനാണ് അതൊന്ന് കോടതി വളരെ വ്യക്തിയായി വളരെ ഭംഗിയായി ഈ സോഷ്യൽ മീഡിയയിലടക്കം ഇരകളെ അതിജീവികളെ അങ്ങേയറ്റം അധിക്ഷേപിക്കാൻ നടത്തുന്ന വാദത്തിൻ്റെ മുനയൊടിക്കുന്നു കോടതി. അതുമാത്രമല്ല എന്താണ് ഈ പരാതിക്കാരിയുടെ സംശയത്തിൻ്റെ ക്രെഡിബിലിറ്റി, അല്ലെങ്കിൽ ഈ പരാതിക്കാരിയുടെ പരാതിയുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യാൻ ഉന്നയിച്ച ഫേസ്ബുക്ക് പോസ്റ്റുകളെക്കുറിച്ചും, അല്ലെങ്കിൽ ഇവർ ഒരു ഔട്ട്സ്പോക്കൺ ആണ്, വോസിഫറസ് ലേഡിയാണ് എന്നൊക്കെ ഈ പരാതി സിദ്ദിഖിന് വേണ്ടി ബി രാമൻപിള്ള അസോസിയേഷൻ അഭിഭാഷകൻ വാദിച്ചതിനൊക്കെ കോടതി കണക്കിന് കൊടുക്കുന്നു. അത്തരത്തിൽ പറയേണ്ടതില്ല. അത്തരത്തിൽ ഏതെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരാതിക്കാരുടെ വിശ്വാസത്തെ ഒരു തരത്തിൽ ചോദ്യം ചെയ്യേണ്ടതില്ല. അതിന് തുടർച്ചയിലാണ് ദ സബ്മിഷൻ ഈസ് ആൻ അൺവാറണ്ടഡ് ആൻഡ് റിഫ്ലക്ട്സ് ആൻ അൺചാരിറ്റബിൾ വ്യൂ ഓഫ് സർവൈവേഴ്സ് സർക്കംസ്റ്റാൻസ് എന്ന് പറയുകയാണെന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള പരാതി ഉന്നയിക്കുന്നത് ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്ത, ഈ അതിജീവിതയുടെ ആ സമയത്തെ സാഹചര്യം തരിമ്പ് പോലും മനസ്സിലാക്കിയിട്ടില്ലാത്ത അൺവാറണ്ടഡ് ആയിട്ടുള്ള ഒരു നീക്കമായി പോയി. അത് കോടതി അത് വെറുതെ വാക്കാൽ പറയുക മാത്രമല്ല, കോടതി ഉത്തരവിൽ അത് എഴുതി വെക്കുന്നുവെങ്കിൽ എത്രത്തോളം അത് കോടതി ഗൗരവത്തോടു കൂടി കാണുന്നു ഈ പറയുന്ന സംഗതികൾ എന്നുള്ളതാണ്. ഇത് നേരത്തെ ശ്രീകാന്ത് പറയുന്ന പോലെ ഇത് കേവലം ഒരു മുൻകൂർ ജാമ്യം കൊടുക്കുന്നു. മുൻകൂർ ജാമ്യത്തിൽ വാദം കേട്ട് മുൻകൂർ ജാമ്യം നൽകണോ വേണ്ടയോ എന്നതിനപ്പുറം വളരെ വ്യക്തമായി ഈ സമയത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതിൻ്റെ തുടർച്ച, അതിൻ്റെ വെളിപ്പെടുത്തലിൽ അതിജീവിതക്കെതിരെ, പരാതിക്കാർക്കെതിരെ ഉണ്ടാകുന്ന സോഷ്യൽ മീഡിയയിലടക്കം ഉണ്ടാകുന്ന അങ്ങേയറ്റത്തെ വൃത്തികെട്ട പരാമർശങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മാത്രമാണോ പല ചർച്ചയ്ക്ക് വരുന്നവർ പോലും നടത്തുന്ന അങ്ങേയറ്റത്തെ വൃത്തികെട്ട പരാമർശങ്ങൾ, അല്ലെങ്കിൽ നിരന്തരം അവരുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യൽ, അതൊക്കെ കോടതി മുഖവിലക്കെടുക്കുന്നു, കോടതി കാണുന്നു. അതിനൊക്കെയുള്ള മറുപടി ഈ കോടതി ഉത്തരവ് എഴുതി വെക്കുന്നു. പരാതിക്കാരി ആക്രമിക്കുന്ന അവരെ നിശബ്ദയാക്കാനാണ്, അവരെ നിശബ്ദയാക്കാനാണ് എന്ന് പറഞ്ഞാൽ ദ അറ്റംപ്റ്റ് ടു ബ്ലെയിം എ വുമൺ ഫോർ സ്പീക്കിംഗ് ഔട്ട് മേ ബി എ സ്ട്രാറ്റജി ടു സൈലൻസ് ഹർ വിച്ച് ഈസ് ഹോസ്റ്റൈൽ ടു ദ സുപ്രമസി ഓഫ് ദ ലോ എന്ന് കോടതി ഉത്തരവിൽ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ അധിക്ഷേപിച്ച് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ഒരു സ്ത്രീയെ, അല്ലെങ്കിൽ ഈ പരാതികൾ പുറത്തേക്ക് പറയുന്ന ഒരു സ്ത്രീയെ ആക്രമിച്ച് അധിക്ഷേപിക്കുന്നത് അവരെ നിശബ്ദയാക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ്, ഒരു തന്ത്രം മാത്രമാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്നു. അത് സുപ്രമസി ഓഫ് ദ ലോ, നിയമാധിപത്യത്തിൻ്റെ മുന്നിൽ അത്തരത്തിലുള്ള നിശബ്ദമാക്കൽ വേണ്ട കേട്ടോ എന്ന് കോടതി ഉത്തരവിൽ വളരെ വ്യക്തമായിട്ട് എഴുതുന്നു. ദ കോർട്സ് ആർ കോൾഡ് ടു ഇവാലുവേറ്റ് ദ മെറിറ്റ്സ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫ്രീ ഫ്രം എനി പ്രിജൂഡിയൽ അസംഷൻ ഓഫ് ദ സർവൈവേഴ്സ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പരാതി മുന്നിലേക്ക് എത്തിയാൽ പരാതിക്കാരിയുടെ സ്വഭാവം ഏതെങ്കിലും തരത്തിൽ സ്വഭാവത്തെക്കുറിച്ച് ഏതെങ്കിലും മുൻവിധികളില്ലാതെ പരിശോധിക്കാൻ കോടതികൾ ബാധ്യസ്ഥമാണ് എന്ന് കോടതി എഴുതി വെക്കുന്നു. ദ കോർ ഓഫ് ദ മാറ്റർ ഈസ് വെദർ ദ പെറ്റീഷണർ ഹാസ് പ്രിമാ ഫേസി കമ്മിറ്റഡ് ദ ഒഫൻസസ് അലിഗഡ് അഗൈൻസ്റ്റ് ഹിം ആൻഡ് വെദർ ഈസ് എൻറ്റൈറ്റിൽഡ് ടു പ്രീ അറസ്റ്റ് ബെയിൽ എന്ന് പറയുകയാണ്.